ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്ക് ബലം വേണം, നല്ല ആരോഗ്യമുള്ള മുടി വേണം, ആരോഗ്യമുള്ള സ്കിന്ന് വേണം, ആരോഗ്യമുള്ള നഖം വേണം. അങ്ങനെ ഇതെല്ലാം കൂടുമ്പോഴാണ് നമുക്ക് ആരോഗ്യം, ബലമുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും അല്ലേ. അപ്പോൾ ഇതിന് എല്ലാത്തിനും ആവശ്യമായ നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻസിനാണെങ്കിലും ബോൺസിനാണെങ്കിലും ടിഷ്യൂസിനാണെങ്കിലും എല്ലാ മസിൽസിനാണെങ്കിലും എല്ലാത്തിനും ബലം കിട്ടി മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് പിന്നെ ആരോഗ്യം ഉണ്ടാവുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ് അല്ലേ. പ്രോട്ടീനിൽ തന്നെ കോളജൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഈ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, നഖത്തിൻ്റെ ആരോഗ്യത്തിന്, ബോണിൻ്റെ ആരോഗ്യത്തിന്, ടിഷ്യൂസിൻ്റെ ആരോഗ്യത്തിന് എല്ലാത്തിനും നമുക്ക് കോളജൻ ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കോളജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയും കേട്ടോ. തീരെ പ്രായമായി കഴിഞ്ഞാൽ തീരെ ഇല്ലാണ്ടാവും എന്ന് പറയാം. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പിന്നെ സ്കിന്നൊക്കെ ചുളിയുന്നതും സാഗ് ചെയ്യുന്നതും, അതുപോലെ മുട്ടുവേദന, നടുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി മസിൽ പെയിനുകളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ കോളജൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അതുപോലെ ബ്ലഡിലും എല്ലായിടത്തും ആവശ്യമായ പ്രോട്ടീനാണ് ഈ കോളജൻ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് ആവശ്യമാണ് കേട്ടോ. ഇത് പുതിയ സെൽസ് വരുന്നതിനും പിന്നെ പുതിയ ഓർഗൻ, നമ്മുടെ ഓർഗൻ്റെ പിന്നെ എന്താ പറയണേ അതൊക്കെ പുതുതായിട്ടിരിക്കുന്നതിനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും എല്ലാത്തിനും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഈ കോളജൻ. അപ്പോൾ ഇതെങ്ങനെ, ഇപ്പോൾ ഒത്തിരി ഡ്രിങ്ക്സും അതും ഇതൊക്കെ വരുന്നുണ്ടല്ലേ. നമ്മൾ എന്തൊക്കെ കഴിച്ചാലും ഒക്കെ നമുക്ക് കിട്ടുന്നതിലൊരു പരിധിയുണ്ട്. ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസിലും ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ഏറ്റവും എളുപ്പം നമുക്ക് ശരീരത്തിൽ കോളജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ പിന്നെ റെമഡിയാണ്, നാച്ചുറൽ ഡ്രിങ്കാണ് സൂപ്പ് കേട്ടോ. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അയ്യോ കൊളസ്ട്രോൾ കൂടും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ പുതിയ തലമുറ തീർത്തും അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് സൂപ്പെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാനൊക്കെ അങ്ങനെയാണ്, ഞാനൊന്നും അങ്ങനെ സൂപ്പ് കുടിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഈ കാലുവേദന, കൈവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങി കുടിക്കണമെന്ന് തോന്നിയാലും ഹസ്ബൻഡ് പറയും തടി വെക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പ്രകൃതി ചികിത്സയുടെ ഒരു അസുഖമുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ പറയും അത് വേണ്ട, തടി കൂടും എന്നും പറഞ്ഞ് ഒന്നും കഴിപ്പിക്കില്ല. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോഴാണ് നമ്മളിതൊക്കെ കഴിക്കണം. നമ്മുടെ കഴിഞ്ഞ തലമുറ, എൻ്റെ ഫാദറും മദറും വല്യമ്മച്ചും ഒക്കെ ഓരോ കാലങ്ങളിൽ സൂപ്പൊക്കെ വെച്ച് കുടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ തലമുറ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം പ്രകൃതി ചികിത്സ ഒന്നോടുകൂടി പേടി ആൾക്കാർക്ക് ഇതല്ല. പിന്നെ നമ്മുടെ ജീവിത ആ രീതി അങ്ങ് മാറിയല്ലോ, സ്റ്റൈല് മാറിയല്ലോ. ഇപ്പം എല്ലാവരും ഇരുന്നുകൊണ്ടുള്ള ജോലി, അതുപോലെ നമുക്ക് അലക്കണ്ട, തുടയ്ക്കണ്ട, എല്ലാം നമ്മുടെ മെഷീനാണ് ചെയ്യുന്നത്, ഇടിക്കണ്ട. അപ്പം ഇതെല്ലാം ചെയ്തിരുന്നു അവർ കഴിഞ്ഞ തലമുറയിൽ, കുനിഞ്ഞു നിവർന്നൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണം അവർക്ക് കിട്ടും, ആരോഗ്യം കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് തടി വെക്കും, കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കഴിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഏറ്റവും നമ്മളിപ്പോൾ ബ്യൂട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കിന്ന് നന്നായിരിക്കും, ഹെയറും അതുപോലെ നഖവും എല്ലാം നന്നായിരിക്കും. പിന്നെ വേദനകൾ, സാധാരണ നമ്മൾ മുട്ടുവേദന എന്നൊക്കെ പറയുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ സൂപ്പൊക്കെ വെച്ച് കുടിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ തുടങ്ങണമെന്നാണ് ഞാൻ പറയണത്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ആ ഒരു മാസത്തിൽ ഒരു 2-3 ദിവസമൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കണമെന്നേ. പ്രത്യേകിച്ച് ലേഡീസ്, ഈ സമയത്ത് അവർക്ക് മെനോപോസിൻ്റെ സമയമാണ്. മെനോപോസ് കഴിയുമ്പോഴാണ് ഈ കോളജൻ്റെ ഉൽപ്പാദനമൊക്കെ തീരെ ഇല്ലാണ്ടാവുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ആ മാസത്തിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ ഇത് കഴിക്കാം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ എല്ലാ ആനിമൽ പിന്നെ എല്ലാണെങ്കിലും സ്കിന്നാണെങ്കിലും ആനിമലിൻ്റെ ഒക്കത്തിലും നമുക്കിത് കോളജൻ ധാരാളം ഉണ്ട്. ഇറച്ചിയിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം, ഇപ്പോൾ നമുക്ക് ചിക്കൻ്റെ സ്കിൻ എടുക്കാം, പിന്നെ പിഗ് കഴിക്കുന്നവർക്ക് അതിൻ്റെ എല്ല് സൂപ്പ് വെക്കാം,
പിന്നെ നമ്മുടെ മട്ടൻ, നമ്മൾ സാധാരണ അങ്ങനെയാണ് നമ്മൾ മട്ടൻ, ആടിൻ്റെ കാലാണ് നമ്മൾ വെക്കുന്നത് അല്ലേ, ജോയിൻസും കാലാണ് മെയിനായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പം ഇപ്പോൾ ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് മാത്രം വാങ്ങാൻ കിട്ടും, അധികം കാശൊന്നുമില്ല, നിസ്സാര പൈസയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വാങ്ങി കൊണ്ടുവന്ന് ഇപ്പോൾ ഇപ്പോൾ പണ്ട് നമ്മൾ കഴിച്ചിരുന്നത് എല്ലോട് കൂടിയുള്ള മീറ്റാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് അല്ലേ. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ കോഴി സ്കിന്നോട് കൂടിയാണ് നമ്മൾ കഴിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം അതൊന്നും ഇല്ല നമുക്ക്. ഇപ്പം നമ്മൾ ഇതെല്ലാം പിന്നെ റെഡിമെയ്ഡ് പോലെയാണ് ഇപ്പം നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ വേണ്ട പോഷകങ്ങളും വേണ്ട സാധനങ്ങളൊക്കെ അത് മുഴുവൻ അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ വെറുതെ അതിൻ്റെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും അതിൻ്റെ കൊറ്റൻ പിഷർ എന്നൊക്കെ പറയും, അതാണിപ്പോൾ നമ്മൾ കഴിക്കുന്നത്. ശരിക്കും ചിക്കനൊക്കെ സ്കിന്നോട് കൂടി കഴിക്കണം, നമ്മളിപ്പോൾ ആരും കഴിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബ്രോയിലർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നമ്മൾ കഴിക്കാത്തത്. നാടനാണെങ്കിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ കഴിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എല്ലോട് കൂടിയുള്ള മീറ്റ് കഴിക്കാം, അതുപോലെ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ കഴിക്കാം. പിന്നെ നമുക്ക് ഇതിലെല്ലാത്തിലുപരി മാസത്തിൽ 2-3 ദിവസമൊക്കെ നമുക്ക് സൂപ്പ് കുടിക്കാം. ഓക്കെ, ഇനി ഞാൻ ആടിൻ്റെ ഒരു കാല് സൂപ്പ് വെക്കണം. ഇതുപോലെ തന്നെ എല്ലാം വെച്ചാൽ മതി, കാലാണെങ്കിലും എല്ലാണെങ്കിലും എല്ലാം ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും എളുപ്പം. ഇപ്പം നമ്മൾ റെസിപ്പി തപ്പിക്കഴിഞ്ഞാൽ ഒത്തിരി കിടക്കുന്നുണ്ട്, ഒത്തിരി സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് വാങ്ങുക, നന്നായിട്ട് കഴുകുക, കുക്കറിലിടുക, ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചി, ചുക്കുണ്ടെങ്കിൽ ചുക്കും നല്ലതാണ് കേട്ടോ. കുറച്ച് വിനീഗർ മസ്റ്റായിട്ട് ഒഴിക്കണം. വിനീഗർ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ മജ്ജയും കാര്യങ്ങളും ഒക്കെ പുറത്ത് വരാൻ വിനീഗർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അങ്ങ് വേവിക്കാം. ഓക്കെ, നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് കുക്കറിലിരുന്ന് ആദ്യം ഒന്ന് വിസിൽ വന്നിട്ട് പിന്നെ നമ്മൾ ചെറിയ തീയിൽ ഒരു 10-20 മിനിറ്റ് അവനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് നിറയെ ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി നിറയെ എടുക്കണം. നിറയെ എടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ മൂപ്പിക്കണം. നെയ്യ് ഒഴിച്ച് ഈ ഉള്ളി അതിനകത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് അത് മൂപ്പിച്ച് ഈ സൂപ്പിലോട്ട് ഒഴിക്കുക കേട്ടോ. അങ്ങനെ നമുക്കിത് കുടിക്കാം. രാവിലെ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്നതാണ് നല്ലത്. എപ്പോഴും രാവിലെ നമ്മൾ കഴിക്കുന്നതാണ് എല്ലാം നല്ലത്. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാത്തവരെ സംബന്ധിച്ച് രാത്രി കുടിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 1 കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് വാങ്ങി നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ 3-4 ദിവസമൊക്കെ സൂക്ഷിക്കാം. എന്നിട്ട് കുറേശ്ശെ എടുത്ത് നമ്മൾ ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കോളേജനെ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം ആണ് ഈ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും 40 വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാർക്കും ഉണ്ട് കാലുവേദനയും കൈവേദനയും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കുടുംബത്തുള്ള എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും കുറേശ്ശെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും സൂപ്പ് വെച്ച് കുടിക്കണം കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.